ഹലോ വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. ഇന്ന് നമ്മൾ ട്രെൻഡിങ് അതോടൊപ്പം ട്രഡീഷണൽ ലുക്കും കൂടി തരുന്ന നല്ലൊരു പെപ്ലം ടോപ്പാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ബാക്കി സൈഡ് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടോപ്പിൻ്റെ മാത്രം, അതായത് ബോഡി സ്പാർട്ടിൻ്റെ മാത്രം ലെങ്ത്ത് 9.5 അതിൻ്റെ കൂടെ മുകളിലും 1/2 ഇഞ്ച് താഴെയും 1/2 ഇഞ്ച് വെച്ചിട്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് 10.5 ഇഞ്ചിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു 5 വയസ്സായ കുട്ടിയുടെ അളവിനാണ്. പക്ഷേ കുഞ്ഞ് കുറച്ചും കൂടി മെലിഞ്ഞിട്ടാണ് കേട്ടോ. ഹൈറ്റ് ഉണ്ട് പക്ഷേ മെലിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഞാൻ നെക്ക് വിഡ്ത്തും ആം ഹോളൊക്കെ ഷോൾഡറൊക്കെ വളരെ കുറച്ചാണ് എടുക്കുന്നത്. അതുമാത്രമല്ല ബാക്കിൽ നമ്മൾ 4.5 ഇറക്കുന്നതുകൊണ്ട് ഷോൾഡർ നമ്മളിവിടെ ആക്ച്വൽ ഷോൾഡറിനേക്കാൾ കുറച്ചാണ് എടുക്കുന്നത്. ഷോൾഡർ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. 4.5 ഇഞ്ചിലെ ഷോൾഡറും 2 ഇഞ്ചിലെ നെക്ക് വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 4.5 ഇഞ്ച് തന്നെയാണ് ഞാൻ ആം ഹോളും കൊടുക്കുന്നത്. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിനായിട്ടും പോവും. അതിനുശേഷം ചെസ്റ്റ് റൗണ്ട് ബോഡിയിൽ നിന്ന് എടുക്കുന്നത് /4, 3/4 ഇഞ്ച് ഈസ്, 1.5 ഇഞ്ച് സീം അലവൻസ് ചേർത്തിട്ട് ചെസ്റ്റ് പോർഷനും അതേപോലെ തന്നെ വേസ്റ്റ് പോർഷനും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെസ്റ്റ് എനിക്ക് 6+1.5, വേസ്റ്റ് 5.5+1.5 അങ്ങനെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം അതൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് അതിൻ്റെ സീം അലവൻസ് പോവുക. ഞാൻ ഓൾറെഡി മുകളിലൊരു സീം അലവൻസ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ബാക്ക് ആം ഹോളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഫ്രണ്ട് ആം ഹോളും കൂടി ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2.25 ഫ്രണ്ടിലെ പോർഷനിലെ നെക്ക് ഡെപ്ത്ത് കൊടുക്കുന്നത്. 2 ഇഞ്ച് നെക്ക് വിഡ്ത്തും 2.25 ഇഞ്ച് നെക്ക് ഡെപ്ത്തും കൊടുത്തിട്ട് സാധാരണ ഒരു യു ഷേപ്പാണ് വരച്ചെടുക്കുന്നത്. ഇനി ബാക്ക് പോർഷനിൽ 2 പീസും അതേപോലെ തന്നെ വെച്ചിട്ട് നെക്ക് ഡെപ്ത്ത് നമുക്ക് 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ 1/2 ഇഞ്ച് ചെയ്യാനൊന്ന് മാർക്ക് ചെയ്ത ശേഷം ഇവിടെ 4.5 ഇഞ്ചിൻ്റെ അവിടെ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബെൻഡ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് അങ്ങനെ കൊടുത്തേ ഉള്ളൂ. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം എല്ലായിടത്തും നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി പെപ്ലം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പെപ്ലം ചെയ്തെടുക്കാനുള്ള താഴെയുള്ള ഫ്രിൽസ് ഇടാനുള്ള പോർഷൻ ഞാൻ മുകളിലും താഴെയുള്ള സീം അലവൻസ് ചേർത്തിട്ട് 5.5 ഇഞ്ചിലാണ് ലെങ്ത്ത് എടുക്കുന്നത്. വിഡ്ത്ത് നമ്മളുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത്. ഇതേപോലെ തന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങിലും അതുപോലെ മെയിൻ ഫാബ്രിക്കിലും കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, അതായത് മെയിൻ ക്ലോത്തിലേക്ക് ഞാൻ ഫ്രണ്ടും ബാക്കും പോർഷൻസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ എക്സ്ട്രാസ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ ഇതുപോലെ ഞാൻ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. 2.5 ഇഞ്ചിലാണ് ഇങ്ങനെ 4 ആക്കി മടക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഓപ്പൺ സൈഡിലാണ് ഞാൻ ഇങ്ങനെ കേർവ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ചെറിയൊരു പ്ലീറ്റഡ് സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ താഴെ ഭാഗം ഓൾറെഡി സീലായി കഴിഞ്ഞു. ഇനി അത് നമുക്ക് എക്സ്ട്രാ അടിച്ച് തിരിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ 5 ഇഞ്ചിൻ്റെ പീസിനെ നമ്മൾ ആദ്യം ഒന്ന് ലെങ്ത്ത് വൈസ് മടക്കിയിട്ടാണ് വിഡ്ത്ത് വൈസ് മടക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് 2.5 ഇഞ്ചിലുള്ള ഇതുപോലത്തെ പീസസ് കിട്ടും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ബാക്ക് പോർഷനിലെ നെക്കും അതുപോലെ ആം ഹോളും എപ്പോഴും പറയുന്ന പോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. നോച്ചസ് ഇട്ട് കൊടുക്കുന്നു, തിരിച്ചെടുക്കുന്നു. പക്ഷേ ഞാനിവിടെ ബാക്കിലത്തെ പോർഷൻ തിരിച്ചെടുക്കുന്നില്ല. ഫ്രണ്ടിലെ പോർഷൻ ഇതുപോലെ നെക്കെല്ലാം ഫിനിഷ് ചെയ്ത ശേഷം ഞാനത് നല്ല വശത്തേക്ക് തിരിച്ചെടുത്തു. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബാക്കിലെ പോർഷനിലേക്ക് നല്ല വശവും കൂടി ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഉള്ളിൽ കൂടെ എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മളുടെ കറക്റ്റായിട്ട് വെച്ച ശേഷം ഷോൾഡേഴ്സ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണത്. സീം അലവൻസ് എല്ലാം ഉള്ളിലേക്ക് പോയിട്ട് എങ്ങനെയാണ് വേറെ ഒരു തരത്തിൽ ഷോൾഡർ ജോയിൻ ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു ടോപ്പിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു മോഡലാണ്. ഇത് നമ്മൾ ആം ഹോളും കൂടി സ്റ്റിച്ച് ചെയ്ത ശേഷമുള്ള മോഡലാണ്. ഇതേപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സീം അലവൻസ് എല്ലാം ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലും അതേപോലെ തന്നെ പുറത്തും ഭയങ്കര നീറ്റായിട്ട് തന്നെ നമുക്ക് ഷോൾഡർ ജോയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഫിനിഷായി കിട്ടിക്കോളും. ഇനി നമുക്ക് ഹുക്ക് വഴിയും പിടിപ്പിക്കാൻ ആദ്യം ഹുക്ക് അടിക്കാനുള്ള ഈ 2 ഇഞ്ചിൻ്റെ കോട്ടൺ ക്ലോത്ത് എടുത്തതുപോലെ വെച്ചിട്ട് നമ്മൾ അടിക്കുന്നു, തിരിച്ചടിക്കുന്നു. ഇതൊക്കെ ഞാൻ നേരത്തെ കുറേ കാണിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും. ഇതേപോലെ നമ്മൾ ഐ പീസ് ഞാൻ നല്ല ക്ലോത്തിലാണ് എപ്പോഴും അടിക്കാറുള്ളത്. കാരണം അത് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. എന്നിട്ട് ഇവിടെയും നമ്മൾ വി ഷേപ്പിലുള്ള ഐ ആണ് കൊടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആദ്യം ഒരു വി കൊടുത്തു, അതിന് ശേഷം ഒന്ന് താഴേക്ക് വന്ന് വീണ്ടും ഒരു വി കൊടുത്തു, അങ്ങനെ നമ്മളത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ 2-3 പീസായിട്ടാണ് നമ്മളെ പെപ്ലത്തിനുള്ള ക്ലോത്ത് ഇരിക്കുന്നത്. അത് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ലെങ്ത് വൈസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചടിക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു റോ എഡ്ജസൊക്കെ ആ നൂല് വലിയുന്ന ഭാഗമൊക്കെ ഉള്ളിലേക്ക് പോവും. അങ്ങനെ വേണമെങ്കിൽ 2 സൈഡും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ഹാൻഡ് വർക്ക് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്റ്റോൺ ലേസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഷുഗർ ബീഡും അതേപോലെ തന്നെ കുറച്ചും കൂടി വലിയൊരു സൈസ് ബീഡും കൂടി എടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈൻ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ തുന്നി കൊടുത്തിട്ട്, പിന്നെ ഓൾ ഓവർ ഞാൻ ജസ്റ്റ് 2-3 ബീഡ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടും കൂടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പെപ്ലം ആസ് യൂഷ്വൽ നമ്മൾ എങ്ങനെയാണോ ഫ്രില്ലിടുക അതേപോലെ തന്നെ സീം അലവൻസിൻ്റെ അവിടെ ഫ്രില്ലിടാതെ ബാക്കി ഇങ്ങനെ ചെറിയ ചെറിയ അറേഞ്ചിൻ്റെ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 2 സൈഡും നമുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലൊരു ഗോൾഡൻ ലേസ് അത് രണ്ടും കൂടി വരുന്ന ആ ഒരു പോയിൻറ്റിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് ലാസ്റ്റ് ഈ ഒരു ഗോൾഡൻ കളർ ലേസ് ഈ ഒരു കരിം പച്ച കളറിൽ വരുമ്പോൾ. നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതുപോലെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ താഴേക്ക് എത്രത്തോളം വെക്കണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്, ചെറിയൊരു സ്ലീവ് പോലെ കൊടുക്കാനാണ്. അതിന് ശേഷം ഞാനതൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ് കറക്റ്റ് അല്ലേന്ന്. ഇനി നമ്മളുടെ ഈ സ്ലീവിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗവും 2 സൈഡും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട്. എന്നിട്ട് അതിങ്ങനെ നല്ല സൈഡിലേക്ക് രണ്ടും നല്ല സൈഡ് തന്നെയാണ്, എന്നാലും ആ സ്റ്റിച്ച് ചെയ്തത് ഉള്ളിൽ പോകുന്ന രീതിയിൽ ഞാനൊന്ന് തിരിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഷോൾഡറും ഈ സെൻറ്ററും കൂടി കറക്റ്റായിട്ട് വെച്ചിട്ട് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ സെൻറ്ററിൽ കുറച്ച് വീതി കൂടിയിട്ടും പിന്നെ താഴേക്ക് വരുന്തോറും വീതി കുറഞ്ഞിട്ടും വരുന്നൊരു മോഡലാണ്. നല്ല ഭംഗിയാണ് കുട്ടികൾക്ക് ഇതിട്ട് കാണാൻ. പിന്നെ ഇനി ബാക്കിയുള്ള ഒരു ക്ലോത്ത് കൊണ്ട് ഞാൻ ബാക്കിലൊരു ബോയും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനൊപ്പം പെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്രിൽഡ് സ്കേർട്ടിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫ്രിൽസിനും അതേപോലെ തന്നെ ഈ ഒരു പെപ്ലം ടോപ്പിനും കൂടി ടോട്ടൽ നമ്മൾ കോട്ടൺ സിൽക്ക് ഫാബ്രിക് ഈ ഒരു ഗ്രീൻ കളറ് 2.5 മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന ആ ഒരു പീസും കൊണ്ടാണ് ഞാൻ ഈ ഒരു ബോയും കൂടി ചെയ്തിട്ടുള്ളത് കേട്ടോ. വളരെ ചെറിയൊരു പീസായിരുന്നു. അത് വെച്ചിട്ട് ബാക്കിലേക്ക് ഇത്ര ഇറക്കുന്നത് കൊണ്ട് ഞാൻ ഒരു ബോയും കൂടി വെച്ചിട്ട് അതിനൊന്ന് സ്റ്റൈലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതേപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്